ഹായ് ഗൈസ്. സോ നമ്മൾ ഇതുവരെ ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്ത് ഇൻസ്റ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതായത് ന്യൂ കീവേഡ് ഉപയോഗിച്ച് ഒബ്ജക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസ്, മെത്തേഡ്, ഫീൽഡ്സ് എല്ലാം ബേസിക്കലി ഇൻസ്റ്റൻസ് മെമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് ഇതിന് പുറമെ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസും സ്റ്റാറ്റിക് മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ താഴെ എഴുതിയിരുന്നു ഷോപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു അല്ലേ. സോ ബേസിക്കലി ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ കീവേഡ് യൂസ് ചെയ്തിരുന്നു അല്ലേ. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് നമുക്ക് കാണാനുള്ളത്. ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടീസ്, മെത്തേഡ്സ്, ഫീൽഡ്സ് എല്ലാം മോസ്റ്റ്ലി ഇൻസ്റ്റൻസ് ബേസ്ഡ് ആയിരുന്നു. അതായത് ക്ലാസ്സിൽ നിന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അവ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ സ്റ്റാറ്റിക് എന്നൊരു കീവേഡ് യൂസ് ചെയ്ത് ക്ലാസസിൻ്റെ മേൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ക്ലാസ് നെയിം യൂസ് ചെയ്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റാറ്റിക് മെമ്പേഴ്സിൻ്റെ മെയിൻ ഐഡിയ. ഓക്കെ, സോ സ്റ്റാറ്റിക് മെമ്പേഴ്സ് നമുക്കിത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കൊരു സാമ്പിൾ ഞാനിവിടെ എഴുതാം. ക്ലാസ് ആപ്പ് എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ട് സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു മെത്തേഡ് ഇനിറ്റ് എന്നും പറഞ്ഞ് എഴുതും. എന്നിട്ട് ഞാനിവിടെ console.log മെൻഷൻ ചെയ്യാണ് ആപ്പ് സ്റ്റാർട്ടഡ്. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് വിളിക്കണമെങ്കിൽ സിമ്പിളാണ്. ആപ്പ് ഡോട്ട് സ്റ്റാറ്റിക് മെത്തേഡ് ആയതുകൊണ്ട് ഇനിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വിളിക്കാനും പറ്റും. ഓക്കെ, സോ ഇവിടെ ഇനിറ്റ് മെത്തേഡിന് മുന്നിൽ സ്റ്റാറ്റിക് എന്ന കീവേഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ ന്യൂ ആപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് ക്ലാസ് നെയിം ഉപയോഗിച്ച് ആപ്പ് ഡോട്ട് ഇനിറ്റ് എന്ന് കോൾ ചെയ്യാം. ഇതാണ് സ്റ്റാറ്റിക് മെത്തേഡ്. ഇൻസ്റ്റൻസ് മെത്തേഡ് ആയിരുന്നെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ന്യൂ കീവേഡൊക്കെ വെച്ചിട്ട്. പക്ഷേ സ്റ്റാറ്റിക് ആയതുകൊണ്ട് അതൊന്നും വേണ്ട. ഓക്കെ, സോ ബേസിക്കലി സ്റ്റാറ്റിക് വേഴ്സസ് ഇൻസ്റ്റൻസ് സിമ്പിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് മെമ്പേഴ്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആക്സസിബിൾ ആണ്. സ്റ്റാറ്റിക് ഇൻസ്റ്റൻസ് മെമ്പേഴ്സിന് സിമ്പിളായിട്ട് ഇൻസ്റ്റൻസ് മെമ്പേഴ്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആക്സസിബിൾ ആണ്. സ്റ്റാറ്റിക് മെമ്പേഴ്സ് ക്ലാസ് ഇറ്റ്സെൽഫ് ആക്സസിബിൾ ആണ്. ഇൻസ്റ്റൻസ് മെമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് ഓരോ ഒബ്ജക്റ്റിനും വെവ്വേറെ ഡാറ്റ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. സ്റ്റാറ്റിക് മെമ്പേഴ്സ് യൂസ് ചെയ്തത് ഗ്ലോബൽ ഹെൽപ്പർ ലോജിക്, ഷെയർഡ് ആക്സസ്, ആപ്പ് ലെവൽ കൺട്രോൾ, കോൺഫിഗറേഷൻ എന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് മെത്തേഡ്സ് മെമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ നമ്മുടെ ഇപ്പോൾ ഇതിൽ ഒരു കറണ്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബട്ടൺ ക്ലിക്ക് ആയാലും നമ്മൾ മുമ്പ് എഴുതിയിരുന്നു ഇവിടെ ബട്ടണിൻ്റെ ആഡ് ടു കാർട്ട് നമ്മളിവിടെ ബട്ടൺ എഴുതിയിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് ഈ ആഡ് ടു കാർട്ട് ബട്ടൺ മെത്തേഡ് റൺ ചെയ്യുന്നു. പക്ഷേ അതുവരെ ഓക്കെയാണ്. ഇതിലെന്താ പ്രശ്നം വെച്ചാൽ പ്രൊഡക്റ്റ് ഐറ്റമിൽ നിന്ന് ഷോപ്പിംഗ് കാർട്ടിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. അതായത് ബട്ടൺ ക്ലിക്കായി പ്രൊഡക്റ്റ് കിട്ടുന്നു, പക്ഷേ അത് കാർട്ടിൽ ആഡ് ചെയ്യാൻ ഒരു പ്രോപ്പർ കണക്ഷൻ ഇല്ല. അതാണ് സോൾവ് ചെയ്യാൻ നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഒരു ക്ലാസ് എഴുതിയിരുന്നു. ക്ലാസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരുന്നു. ഇപ്പോൾ എന്നിട്ടൊരു മെത്തേഡ് എഴുതി സ്റ്റാറ്റിക് ഇനിറ്റ് എന്ന് എഴുതി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എഴുതാണ് കോൺസ്റ്റ് ഷോപ്പ് ഈക്വൽ ടു ന്യൂ ഷോപ്പ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഷോപ്പ് ഡോട്ട് റെൻഡർ വിളിക്കുകയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. സോ അത് കഴിഞ്ഞിട്ട് ആപ്പ് ഡോട്ട് ഇനിറ്റ് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആപ്പ് എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് റെഗുലർ ക്ലാസ് തന്നെയാണ്, പക്ഷേ ഇതിൽ ഇനിറ്റ് മെത്തേഡ് സ്റ്റാറ്റിക്കായി ഡിഫൈൻ ചെയ്തു നമ്മൾ. ഇപ്പോൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ന്യൂ ആപ്പ് എന്ന് നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. പകരം നേരിട്ട് ആപ്പ് ഡോട്ട് ഇനിറ്റ് എന്ന് കോൾ ചെയ്യാം. ഇതാണ് സ്റ്റാറ്റിക് മെത്തേഡ് ഉപയോഗത്തിൻ്റെ ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഷോപ്പിലേക്ക് ചേർന്ന് നോക്കാം. ഇവിടെ ഷോപ്പിൽ ഞാൻ റെൻഡർ ചെയ്യുന്ന മുമ്പ് ഒരു കാർട്ട് എന്നൊരു വേരിയബിൾ ചുമ്മാ ക്രിയേറ്റ് ചെയ്തിടാം. ഓക്കെ, എന്നിട്ട് റെൻഡർ മെത്തേഡ് ഉണ്ട്. എന്നിട്ട് ഇവിടെ റെൻഡർ ഹൂക്കിൽ നമുക്ക് ആപ്പ് ID കിട്ടുന്നുണ്ട്. ദിസ് ഡോട്ട് കാർട്ട് ഡോട്ട് ഷോപ്പിംഗ്. ഞാൻ കോൺസ്റ്റ് പറഞ്ഞാലും ദിസ് ഡോട്ട് കാർട്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഷോപ്പിംഗ് കാർട്ടായിട്ട്. എന്നിട്ട് TL നമ്മൾ എടുത്ത് റെൻഡർ ചെയ്യുന്നു. പ്രൊഡക്റ്റ് ലിസ്റ്റിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് EL ബേസിക്കലി പ്രൊഡക്റ്റ് ലിസ്റ്റ് റെൻഡർ ചെയ്യുന്നു. പിന്നെ റെൻഡർ ഹൂക്ക് കാർട്ടിയലും അതിന് ശേഷം റെൻഡർ ഹൂക്ക് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് EL നമ്മൾ കൊടുക്കുന്നു.
ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുമ്പ് നമ്മൾ ബേസിക്കലി കാർട്ട് ഒബ്ജക്റ്റ് ലോക്കൽ വേരിയബിളായി ക്രിയേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അത് മെത്തേഡ് പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പകരം ദിസ് ഡോട്ട് കാർട്ട് എന്ന് ന്യൂ ഷോപ്പിംഗ് കാർട്ട് എന്ന് സ്റ്റോർ ചെയ്തു. ഇപ്പോൾ കാർട്ട് ഒബ്ജക്റ്റ് ഷോപ്പ് ഇൻസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി ആയി സേവ് ആകുന്നു. അതുകൊണ്ട് പിന്നീടൊക്കെ നമുക്ക് ഷോപ്പ് ഡോട്ട് കാർട്ട് വഴി ആക്സസ് ചെയ്യാം. നമുക്ക് കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഷോപ്പ് ഡോട്ട് കാർട്ട് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആപ്പിൾ സ്റ്റാറ്റിക് കാർട്ട് പ്രോപ്പർട്ടി എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിവിടെ താഴെ ഷോപ്പ് ഡോട്ട് റെൻഡർ വരെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ദിസ് ഡോട്ട് കാർട്ട് ഈക്വൽ ടു ഷോപ്പ് ഡോട്ട് കാർട്ട് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ആപ്പ് ക്ലാസ്സിൽ ഒരു സ്റ്റാറ്റിക് പ്രോപ്പർട്ടി ആഡ് ചെയ്തു, അതായത് സ്റ്റാറ്റിക് കാർട്ട് എന്ന് പറഞ്ഞിട്ട് മുമ്പ്. അത് ഓപ്ഷണലാണ്, പക്ഷേ റീഡബിലിറ്റിക്ക് നല്ലതാണ്. ഷോപ്പ് ഡോട്ട് റെൻഡർ കഴിഞ്ഞ് ദിസ് ഡോട്ട് കാർട്ട് ഈക്വൽ ടു ഷോപ്പ് ഡോട്ട് കാർട്ട് എന്ന് ഞാൻ അസൈൻ ചെയ്യുന്നു. സ്റ്റാറ്റിക് മെത്തേഡിനുള്ളിൽ ദിസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് തന്നെയാണ്. അതായത് ഇവിടെ ദിസ് ഡോട്ട് കാർട്ട് എന്നത് ബേസിക്കലി ആപ്പ് ഡോട്ട് കാർട്ട് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ഓർഡർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് യൂണിറ്റ്. സോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഈ ദിസ് ഡോട്ട് കാർട്ട് എപ്പോഴും അസൈൻ ചെയ്യുന്നത് റെൻഡറിന് ശേഷമായിരിക്കണം ചെയ്യേണ്ടത്. റെൻഡറിന് മുമ്പ് ഒരിക്കലും അസൈൻ ചെയ്യരുത്. ഇത് ഷോപ്പ് ഡോട്ട് റെൻഡർ കഴിഞ്ഞ ശേഷം അസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ അത് ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോപ്പ് ഡോട്ട് കാർട്ട് ക്രിയേറ്റ് ആകുന്നത് ഷോപ്പ് ഡോട്ട് റെൻഡറിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് റെൻഡർ ചെയ്യുന്നതിന് മുമ്പ് ഷോപ്പ് ഡോട്ട് കാർട്ട് ആക്സസ് ചെയ്താൽ അത് ബേസിക്കലി അൺഡിഫൈൻഡ് ആയിരിക്കും. കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ഷോപ്പ് ഡോട്ട് റെൻഡർ ചെയ്യുക, പിന്നെ ദിസ് ഡോട്ട് കാർട്ട് ഈക്വൽ ടു ഷോപ്പ് ഡോട്ട് കാർട്ട് അസൈൻ ചെയ്യുക. ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺഡിഫൈൻഡ് ആയിരിക്കും നമുക്ക് എറർ കിട്ടുന്നുണ്ടാവുക. ആപ്പിൾ ക്ലാസ്സിൽ അനദർ സ്റ്റാറ്റിക് മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അനദർ മെത്തേഡ് ആഡ് ചെയ്യാം. ഇവിടെ ഇനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ട് സ്റ്റാറ്റിക്, അത് കഴിഞ്ഞിട്ട് ആഡ് പ്രോഡക്റ്റ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ആസ് എ പാരാമീറ്റർ. ഓക്കെ, എന്നിട്ട് ഞാൻ മെൻഷൻ ചെയ്യാണ്. വേരിയബിൾ ഞാനിവിടെ അസൈൻ ചെയ്യാൻ മറന്നുപോയി, കാർട്ട്. എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാം ദിസ് ഡോട്ട് കാർട്ട് ഡോട്ട് ആഡ് പ്രോഡക്റ്റ്. അത് ബേസിക്കലി വരുന്ന പ്രൊഡക്റ്റാണ്. ശരിയാ, ഇവിടെ നമുക്കൊരു പുതിയ സ്റ്റാറ്റിക് മെത്തേഡ് ആഡ് ചെയ്തു നമ്മൾ. അതാണ് ആഡ് പ്രൊഡക്റ്റ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ മെത്തേഡിൻ്റെ ജോലി സിമ്പിളാണ്. ആപ്പ് ഡോട്ട് കാർട്ടിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഷോപ്പിംഗ് കാർട്ട് ഒബ്ജക്റ്റ് എടുത്ത് അതിലുള്ള ആഡ് പ്രൊഡക്റ്റ് മെത്തേഡ് ബേസിക്കലി കോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഡോട്ട് കാർട്ട് എന്നത് ആപ്പ് ഡോട്ട് കാർട്ടാണ്, പക്ഷേ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിയൽ ഷോപ്പിംഗ് കാർട്ട് ഇൻസ്റ്റൻസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ മെത്തേഡ് യൂസ് ചെയ്യാം. ഇങ്ങനെ ആപ്പ് ക്ലാസ്സിൽ ഒരു ബ്രിഡ്ജ് പോലെ അല്ലെങ്കിൽ പ്രോക്സി പോലെ നമുക്കിവിടെ വർക്ക് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, സോ ഇനി ബേസിക്കലി നമുക്ക് ചെക്ക് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഐറ്റം ആണ്. നമ്മുടെ ഫസ്റ്റ് എഴുതിയിരുന്ന പ്രൊഡക്റ്റ് ഐറ്റം എടുക്കുക. ഇവിടെയാണ് നമ്മൾ മെയിൻസിൽ എഴുതിയിരുന്നത് ആഡ് ടു കാർട്ട് മെത്തേഡ്. സോ ഇവിടെ നമുക്ക് പറഞ്ഞു ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും സ്റ്റാറ്റിക് മെത്തേഡ് ആയതുകൊണ്ട്. സോ ആപ്പ് ഡോട്ട് നമ്മൾ ആഡ് പ്രൊഡക്റ്റ് ടു കാർട്ട് എടുത്തിട്ട് വരുന്ന ഈ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ദിസ് ഡോട്ട് പ്രൊഡക്റ്റാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ക്ലിക്ക് ചെയ്യുന്ന മെത്തേഡ്. സോ അതെടുത്ത് നമുക്കതിൽ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആണ് സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ റിയൽ ബെനിഫിറ്റ് കാണുന്നത്. പ്രൊഡക്റ്റ് ഐറ്റം ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഷോപ്പിൻ്റെ ഒബ്ജക്റ്റ് ഇല്ല, ഷോപ്പിംഗ് കാർട്ട് ഇൻസ്റ്റൻസ് ഡയറക്റ്റ് ആക്സസും നമുക്കില്ല. പക്ഷേ ആപ്പ് ക്ലാസ്സിൽ എപ്പോഴും ആക്സസബിൾ ആണ്. കാരണം അതുകൊണ്ട് ഇവിടെ സിമ്പിൾ ആപ്പ് ഡോട്ട് ആഡ് പ്രൊഡക്റ്റ് ടു കാർട്ട് എന്ന് കോൾ ചെയ്യാം നമുക്ക്. അത് കാർട്ടിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അത് കാർട്ടിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് ക്ലാസ്സും തമ്മിൽ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ കറസ്പോണ്ടിങ്ങിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഷോപ്പിംഗ് കാർട്ട് ക്ലാസ്സിൽ നമുക്ക് ഇനി ബേസിക്കലി UI അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഷോപ്പിംഗ് കാർട്ട് ക്ലാസ് എടുക്കാം. സോ അവിടെ ഐറ്റംസ് നമ്മൾ ആദ്യം ഐറ്റംസ് ടോട്ടൽ എടുത്തു, പിന്നെ ആഡ് ടു പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റ് കണ്ടന്റ് കറസ്പോണ്ടിങ്ങിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ വെച്ചാൽ ഡൗൺലോഡ് ഈ ഹാർഡ് കോഡിങ് ചെയ്യുന്ന പകരം നമ്മളതൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. സോ ഞാൻ ടെംപ്ലേറ്റ് ലിറ്ററലി യൂസ് ചെയ്യാം.
എന്നിട്ട് ഡോളർ ദിസ് ഡോട്ട് ഐറ്റംസ് ഡോട്ട് ലെങ്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ ഇതെടുത്തു. ഡോക്യുമെൻ്റ് ഡോട്ട് സെക്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ക്ലാസ്സിനെ കറസ്പോണ്ടിങ് ആഡ് ചെയ്തു, പിന്നെ എലമെൻറ്റ് ടോട്ടൽ നമ്മളിപ്പോൾ കറസ്പോണ്ടിങ്ങിൽ 0 ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓർഡർ നോ ബട്ടൺ നമ്മളിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ H2 സെലക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. സോ ഇവിടെ കാർട്ട് ക്ലാസ്സിൽ ഐറ്റംസ് അറേ ഓൾറെഡി ഉണ്ട്. പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് അറേയിൽ പുഷ് ചെയ്യുന്നു ബേസിക്കലി. ഓക്കെ, പക്ഷെ അതിന് മുമ്പ് റെൻഡർ മെത്തേഡിൽ H2 റെഫറൻസ് സേവ് ചെയ്യുന്നു. പിന്നെ ആഡ് പ്രോഡക്റ്റ് മെത്തേഡിൽ അതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ ഓരോ ക്ലിക്കിനും ബേസിക്കലി കാർട്ട് ടോട്ടൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരും. ഇവിടെ സ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് യൂസ്ഫുൾ ആണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ആപ്പ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതായത് ഡിഫറെൻറ്റ് ആപ്പ് ഒബ്ജക്റ്റ് ഇല്ല, എപ്പോഴും സെയിം ക്ലാസ് റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഷെയർഡ് ആപ്പ് ലെവൽ ഡാറ്റ മാനേജ് ചെയ്യാൻ ഈസിയാണ്. ഇവിടെ കാർട്ട് റെഫറൻസ് ആപ്പ് ഡോട്ട് കാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആപ്പ് ഡോട്ട് ആഡ് പ്രോഡക്റ്റ് ടു കാർട്ട് മെത്തേഡ് നമുക്ക് കോൾ ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, സ്റ്റാറ്റിക് പ്രോപ്പർട്ടി ഡിക്ലറേഷൻ ഓപ്ഷണൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ ഇത് ടെക്നിക്കലി ഓപ്ഷണലാണ്. കാരണം ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ലേറ്റർ ദിസ് ഡോട്ട് കാർട്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പ് ഡോട്ട് കാർട്ട് എന്ന് അസൈൻ ചെയ്താലും പ്രോപ്പർട്ടി ക്രിയേറ്റ് ആവും. പക്ഷേ ക്ലാസ്സിൻ്റെ മുകളിൽ തന്നെ സ്റ്റാറ്റിക് കാർട്ട് എന്ന് എഴുതിയ ക്ലാരിറ്റി നമുക്ക് കിട്ടും. അതായത് ഈ ക്ലാസ്സിൽ ഒരു സ്റ്റാറ്റിക് കാർട്ട് പ്രോപ്പർട്ടി ഉണ്ടെന്ന് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ റീഡബിലിറ്റിക്ക് ഇത് നല്ല പ്രാക്ടീസാണ്, പക്ഷേ അത് ഓപ്ഷണലും കൂടിയാണ്, ഞാനത് പറഞ്ഞു വയ്ക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലും ഈ ക്ലാസ്സസും എങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരുന്നു, സ്റ്റാറ്റിക് മെത്തേഡ് എന്താണെന്നൊക്കെ കൂടുതൽ മനസ്സിലാവുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ റാപ്പപ്പ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.